പൂജാരി നിവേദ്യമാണോ? ഞാൻ തരൂല. നിവേദ്യം തേങ്ങയൊന്നുമല്ല, പൂജാരിയാണ് വേണ്ടത്. ഈ ഭാരതക്കുന്നുകാർക്ക് മുഴുവൻ ഭ്രാന്തായ പെണ്ണിനെ കിട്ടിയ പാളത്തിൽ കയറാൻ അത് പിന്നെ നിങ്ങൾ കാരണം കിട്ടാനുള്ള ദക്ഷിണയൊക്കെ പോയി. അതിന്റെ കലിപ്പ് കാരണം പറഞ്ഞു പോയതാ. മാപ്പാക്കണം. പൂജാരി ഇന്ന് രാവിലെ ഒരു പെണ്ണിന് താലി പൂജിച്ചു കൊടുത്തില്ലേ? അത് പിന്നെ എന്റെ കല്യാണമേ നടന്നില്ല. സ്നേഹിക്കുന്നവർ ഒരുമിക്കട്ടെ എന്ന് വിചാരിച്ച് പൂജിച്ചു കൊടുത്തതാ. പറ്റിപ്പോയി. ഇനി ഉണ്ടാവില്ല. ആയിക്കോട്ടെ, ആ പെണ്ണിന്റെ പടം വരയ്ക്കണം. എനിക്ക് പടം വരയ്ക്കാൻ അറിയില്ല. നിങ്ങൾ വരയ്ക്കണ്ട, പറഞ്ഞു കൊടുത്താൽ മതി. പുളകിത് വരച്ചോളൂ. പടം വരയ്ക്കാനാ? എന്തിന്? അതൊക്കെ ഉണ്ട്. ആദ്യം പടം വരച്ചൊന്ന് കിട്ടട്ടെ. അല്ലേ വിളിക്ക. അവളുടെ ഒരു ഫോട്ടോ വാങ്ങി തന്നാ അത് നോക്കി വരയ്ക്കാവോ? അതിനവൾ ആരാന്ന് നമുക്കറിയില്ല. ആര്? ഓടാങ്കുന്നല്ലേ ഊർജയുടെ മോൾ ചക്രികയോ? ഈ ഊർജയുമായിട്ടുള്ള എന്റെ കല്യാണമല്ലേ പണ്ട് നിങ്ങൾ മുടക്കിയത്? അന്ന് ദ്രോഹികൾ. ഷംജോ, വണ്ടി എടുക്കടാ. ഇറങ്ങ്. कैसे हो भारत कुंज निवासियों? ചെറിയ സർപ്രൈസ് ആയല്ലേ? 5 വർഷം മുന്നേ ഉള്ളൊരു ഫ്ലാഷ് ബാക്ക്. ഗുണ്ടിൻ്റെ മെമ്മറിക്ക് കുഴപ്പമില്ലെന്നൊക്കെ എനിക്കറിയാം. എന്നാലും നിങ്ങളെല്ലാവരും കൂടെ ഈ ക്ലബിൽ നിന്നും നാട്ടിൽ നിന്നും ട്രാൻസ്ഫർ അടിച്ചു തന്ന അതേ മുരുകൻ. നീ പകപോക്കുകയാണല്ലേടാ. ആ ഡയലോഗല്ലേ ഗുണ്ടിന്റെ മനസ്സിൽ? നീയായിരുന്നു ഇതിന്റെയൊക്കെ പിന്നിലല്ലേ? പിന്നിലല്ല, മുന്നില്. സംഗതി ഇവളുടെ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പ്ലാൻ. ബാക്കിയുള്ള ദണ്ട് പൊട്ടിക്കലും ഇവന്റെ കെട്ടുമൊക്കെ ബോണസ് എൻട്രിയാ. അങ്ങനെ കാലങ്ങൾ പഴക്കമുള്ള മുടക്ക് ദണ്ടിന്റെ കഥ ഭാരതക്കുന്നിലെ ഭാവി തലമുറയ്ക്ക് ട്രോൾ മെറ്റീരിയലായി നിൽക്കട്ടെ. വെല്ലുവിളി തോറ്റ സ്ഥിതിക്ക് ആ വാക്കങ്ങ് പാലിക്കണം ഗുണ്ടേ. മംഗല്യബന്ധ ആസ്ഥാനം നിങ്ങളായിട്ട് പൂട്ടുന്നോ അതെ ഞങ്ങൾ കയറി പൂട്ടിക്കണോ? അത് അവര് തന്നെ പൂട്ടി സീല് വെച്ചിരും സഖാവൻ. മംഗല്യബന്ധ ടീം വാക്ക് പറഞ്ഞ വാക്ക അല്ലേ? അപ്പൊ എങ്ങനെ കാര്യങ്ങള്? വേണു വാ, വന്ന അച്ഛൻ അനുഗ്രഹം വാങ്ങിച്ചേക്ക്. പാവത്തിന് കല്യാണം കൂടാൻ പറ്റിയില്ലല്ലോ. വിളിച്ചോണ്ട് പോയിക്കൊള്ളാനെ. അതെന്ത് വർത്താനാ? ചുമ്മാ കൊടുക്കുണ്ടേ. കല്യാണം മുടക്കി ശീലിച്ചവർക്ക് കല്യാണം നടത്താനുള്ള ചെലവിനെ കുറിച്ച് അറിയില്ലല്ലോ.
5 പൈസ ചെലവില്ലാണ്ട് വീട്ടിലെ 2 കല്യാണം നടന്നില്ലേ? നിങ്ങൾ ഇന്നലെ ഇവളോട് പറഞ്ഞില്ലേ റിട്ടയർമെന്റിന് ശേഷം നിങ്ങൾ ആദ്യം കാണേണ്ട കല്യാണം ഇവളുടെ ആവണമെന്ന്. ഇപ്പൊ ഇത് മോനും ഉണ്ട് മോളും ഉണ്ട്. സന്തോഷായില്ലേ കൊണ്ടേ? കുറച്ച് നേരായിട്ട് അവന്ന് ചിലക്കണ് പൊട്ടിക്കണാശാനെ. നിന്റെ അണ്ണാക്കിട്ട് പൊട്ടിക്കിട്ടടാ തന്നെ. നിന്നെ കൊറേ നാളാടാ ഊന്നി വെച്ചിരിക്കുന്നത്. ബാഹു അണ്ണാ, അരവിന്ദന് സന്തോഷം വരുമ്പോ പൊട്ടിക്കുന്നതല്ല ഈ ഐറ്റം. ഇതോടുകൂടി മംഗല്യബന്ധ പ്രസ്ഥാനം എരിഞ്ഞടങ്ങും. അയ്യോ അണ്ണായി മുരുകണ്ണായി കവലയിൽ കിടന്ന് പ്രസംഗിച്ച് അടിച്ച് കയറി വരരുത്. അത് ഈ ചെറുക്കൻ നശിപ്പിച്ച് ഇതേപോലൊരു ഇരണം കെട്ട ചെറുക്കൈ തന്തേ കാട്ടി അയ്യപ്പാ. എടാ ബാഹു, നിന്നോട് ഞാൻ ആ ഗുണ്ട് പിടിക്കാനല്ലേ പറഞ്ഞുള്ളൂ, കത്തിച്ച് പൊട്ടിക്കാൻ പറഞ്ഞ. ഒരാവേശത്തിൽ പറ്റിപ്പോയതാണ് എന്റെ മുരുകണ്ണ. മുരുകണ്ണന്റെ ഫസ്റ്റ് നൈറ്റ് കുളമായല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ 4-5 വർഷത്തിന് ശേഷമുള്ള അണ്ണന്റെ തിരിച്ചുവരവ് പുകഞ്ഞു പോയല്ലോ അണ്ണാ. ഏത് നശിച്ച നേരത്താണാവോ ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നിയത്. അണ്ണൻ ഈ നാട് രാശിയല്ല. ഒന്നുകൂടെ പറയടാ വേണോ? പിന്നെ നമുക്കൊക്കെ ഭയങ്കര രാശിയല്ലേ.